നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കിടിലൻ ഗപ്പി ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂരുള്ള രാകേഷാൻ്റെ ഗപ്പി ഫാമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാകേഷൻ ചെയ്യുന്നത് ഒരു 40+ വെറൈറ്റി ഗപ്പികളുടെ ബ്രീഡിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം, എൻ്റെ പേര് രാകേഷ് എന്നാണ്. സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പൂവത്തൂർ എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ 40ഓളം വെറൈറ്റി ഗപ്പീസ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നമ്മൾ സാധാരണ പഴയ ലൈനും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എത്ര നാളെ ഇപ്പോൾ ഗപ്പി ഫീൽഡിലേക്ക് വന്നിട്ട്? ഇതിപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ മുകളിലേക്ക് ആയിട്ടുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട്. നമ്മൾ ഈ എക്കോറിയം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവണമല്ലോ. ആദ്യം നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരുന്നത്, ബേസിനിലും എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ക്വാളിറ്റി ഒക്കെ ഇറക്കി തുടങ്ങിയല്ലേ? ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി നമ്മൾ നേരിട്ട് തായ്ലൻഡ് വഴി എടുക്കുന്നുണ്ട്, ചൈനീസ്, അങ്ങനെ ഇന്തോനേഷ്യ. അത് നമ്മളൊക്കെ കേരളത്തിൽ തന്നെ ആലപ്പുഴയുള്ള വിഷ്ണുവേട്ടൻ വഴിയാണ് നമ്മൾ ഇതെല്ലാം എടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഇവിടെ സെയിലുണ്ടല്ലേ? സെയിലുണ്ട്, എല്ലാം വെറൈറ്റി സെയിലിനായിട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് പുതിയ ലൈനൊന്നും ആയിട്ടില്ല, എന്നാലൊരു 3 മാസം മുന്നുള്ളത് വരെ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റികൾ നമുക്ക് പരിചയപ്പെടാമല്ലേ? ഓക്കെ. ഇതേതാ വെറൈറ്റി പറഞ്ഞത്? ഇത് യെല്ലോ കിങ് കോബ്രയുടെ പുതിയ ലൈനാണ്, ഹൈ ഡോർസ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടഡ് ആയിട്ടാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഓക്കെ. ഇതിൻ്റെ വാലിനൊക്കെ നല്ല ലെങ്ത് ഉണ്ടല്ലേ? ഇത് ലെങ്ത്തും ഡോർസിൽ നല്ല നീളം വരുന്നത്. ഇതൊക്കെ പോയി കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ടോ? അതിൻ്റെ കുട്ടികൾ സെയിലിനായിട്ടുണ്ട്. സെയിലിനായിട്ടുണ്ടല്ലേ? ഇതേതായിട്ട് തന്നെ? ഇത് ഫുൾ റെഡിൻ്റെ ഹൈ ഡോർസിലാണ്, പുതിയ ലൈനാണ്. ഇതിൻ്റെ റെഡിൻ്റെ തന്നെ ആൽബിനോ ആണ്. ആൽബിനോ ഉള്ള. ഇതിപ്പോൾ നമ്മൾ കൊടുക്കാനുണ്ടോ? അത്യാവശ്യം ഉണ്ട്, സെയിലിനുണ്ട്. കൊടുക്കാനുണ്ടല്ലേ? ഇവിടെ നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യണ്ടോ? ഹോൾസെയിലുണ്ട്, റീറ്റെയിലും ഉണ്ട്. പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നില്ല, കുറച്ച് പഴയ ഐറ്റംസ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ളത് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ന്യൂ ലൈനാണുള്ളത്? ഇത് ന്യൂ ലൈനാണ്. ഇതിപ്പോൾ അക്വാറിയത്തിന് ഒരു വൈറ്റ് കളർ ഇട്ടാണ് ഉണ്ടകൾ. അത് സെറാമിക് റിങ്ങിൻ്റെ തന്നെ ബോളാണത്. നമ്മളത് വെള്ളം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ ഫിഷിന് വേണ്ടിയിട്ടുള്ള ബാക്ടീരിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. ഇവിടെ നമ്മളിപ്പോൾ കൊറിയറൊക്കെ ചെയ്യുന്നുണ്ടോ? കൊറിയർ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ ഉണ്ടല്ലേ? ഇതേതായിട്ട് തന്നെ? ഇത് യെല്ലോ ടൈഗറാണ്. യെല്ലോ ടൈഗറല്ലേ? യെല്ലോ ടൈഗറിൻ്റെ പുതിയ ലൈനാണ്. 1 വർഷം മുന്നേ ഇതിൻ്റെ ഒരു പഴയ ലൈൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നുകൂടി ക്വാളിറ്റിയുള്ള പുതിയ ലൈനായിട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടാണോ അല്ലെങ്കിൽ? ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ആണല്ലേ? ഇതിൻ്റെ ഫീമെയിലിനും നല്ല ടൈൽ ഉണ്ടല്ലേ? ഫീമെയിൽ നല്ല ടൈൽ വരും. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ടോ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? ഇതേതായിട്ട് മോനെ? ഇത് ചില്ലി റെഡ് മുസ്തേക്കിൻ്റെ പുതിയ ലൈനാണ്. ഇത് ഫീമെയിലും ഹെവി ഡോർസിലും ഇയറും വരുന്ന ഒരു ഐറ്റാണ്. റിബൺ ടൈപ്പാണ്. റിബൺ ടൈപ്പാണല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നമ്മുടെ അവിടെ തന്നെ. ഇത് കുറച്ച് പഴയ ഐറ്റം, ഒരു 3 വർഷമൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു പഴയ ഐറ്റം. അതിലിപ്പോൾ ഫീമെയിലിന് ഇയർ ആയിട്ടൊന്നും നമ്മളെ കാലിക്കറ്റുള്ള ഷെമീർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. റിബൺ ടൈപ്പ് ഇതിപ്പോൾ ന്യൂ ലൈൻ പറഞ്ഞതിൻ്റെ ഇതാണോ? അല്ല, റിബൺ ടൈപ്പ് നമ്മൾ എല്ലാ ഫിഷിലും വരുന്നുണ്ട്. ഇതിപ്പോൾ ചില ഫിഷിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, ഓരോ ബ്രീഡേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് റിബണായിട്ട് വരുന്നത്. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇത് സിംഗ ബ്ലൂ മൊസൈക്കാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റാണിത്. ഇതിപ്പോൾ ന്യൂ ലൈനാണോ ഇത്? അത് നമ്മളൊരു 6-7 മാസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു ലൈനാണിത്.
ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണ്. അത് നന്നായി കുട്ടികളൊരു ഫസ്റ്റ് ബ്രീഡിങ്ങിലൊക്കെ നമുക്കൊരു 70-80 കുട്ടികൾ കിട്ടുന്ന ഒരു ലൈനാണത്. ഇത് മെയിലിനേക്കാളും ഫീമെയിൽ നല്ല വലുപ്പം വരുന്ന ഒരു ഐറ്റമാണത്. ഇത് വൈറ്റ് ടെക്സുടെ റിബൺ ടൈപ്പാണ്. റിബൺ ടൈപ്പാണല്ലേ? ആ, ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഗാലക്സി കോബ്ര. ഗാലക്സി കോബ്ര അല്ലേ? ഇതിപ്പോൾ കൊടുക്കാനുണ്ടല്ലോ നമ്മുടെ? ആ, കൊടുക്കാനുണ്ട്. ഇത് പർപ്പിൾ മൊസൈക്കിൽ തന്നെ പുതിയ ലൈനായിട്ട് വരുന്നതാണ്. പ്രിന്റഡ് ഇയർ ആണ്, പിന്നെ റിബൺ ടൈപ്പാണ്. റിബൺ ടൈപ്പാണല്ലോ? ആ, ഡോട്ട്സിലാണ്, ഹെവി ഡോട്ട്സിലായിട്ട് വരുന്നതാണ്, പുതിയ ലൈനാണ്. ഇത് ഫുൾ റെഡിന്റെ ഡംബോ ഇയർ ആണ്, വൈറ്റ് ഇയർ ആണ് വരുന്നത്. ആൽബിനാണോ? ആൽബിനാണ്. ഇത് പുതിയ സ്ട്രെയിനാണോ? ആ, പുതിയ സ്ട്രെയിൻ തന്നെയാണ്. ആൽബിനയിലെ പുതിയ ലൈനാണ്, ഡംബോ ഇയർ ആയിട്ട് വരുന്നത്. ഹെവി ഇയർ ആണ് അതിൻ്റെ. ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾ കിട്ടുന്ന ടൈപ്പാണ്. ആ, ആൽബിനോസാണ്. നമ്മൾ ബ്രീഡിംഗ് കേജ് ഒന്നും ഇട്ടില്ലെങ്കിൽ കളി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണത്. ഇത് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ കോയി. ഇത് നമ്മുടെ നാട്ടിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വന്നുള്ള ഒരു ഐറ്റമാണ്, വെറൈറ്റി ഐറ്റമാണത്. ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ കുട്ടികൾ ഇപ്പോൾ കൊടുക്കാനുണ്ട്? ഇപ്പോൾ അതിൻ്റെ കുട്ടികളായിട്ടുണ്ട്, കൊടുക്കാനുണ്ടല്ലോ. ആ. ഇത് ഡീപ്പ് റെഡ് ഹൈഡോർസിലി. ഇത് ഇമ്പോർട്ടഡ് ആയിട്ടാണ്? ഇമ്പോർട്ടഡ് ആയിട്ടാണ്. ഡീപ്പ് റെഡ് ഹൈഡോർസല്ലേ? ഹൈഡോർസിലി. ഇത് കൂടെ കുട്ടികൾ നന്നായിട്ട് ഇറങ്ങി? ആ, കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ സെയിലിന് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. അത് നമ്മൾ ഇറങ്ങിയിട്ട് മുന്നേ അത് ബുക്കായിട്ടുണ്ട്. ബുക്കിംഗ് ഉണ്ടല്ലേ? ആ, ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. നല്ല മാർക്കറ്റ് ഉണ്ടല്ലേ? നല്ല മാർക്കറ്റുള്ള ഒരു ഐറ്റമാണത്. ഇത് യെല്ലോ ടെക്സിലെ സോളോ ആണ് വരുന്നത്. സോളോ അല്ലേ? ഈ സോളോ എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് അതിൻ്റെ ടെയിലാണ്. ടെയിൽ പിന്നെ പോലുള്ള വരുന്നതിനാണ് സോളോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ന്യൂ സ്ട്രെയിൻ ആണോ? അത് ന്യൂ സ്ട്രെയിൻ ആണ്. ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട് നമ്മുടെ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്.
ഇതേ ഐറ്റം തന്നെ? ഇത് യെല്ലോ ടാക്സി തന്നെ സോളോ റിബണാണ് വരുന്നത്, റിബൺ ലൈനേജാണ്. ഇതും പുതിയ ലൈനാണല്ലേ? അത് പുതിയ ലൈനാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട്? കൊടുക്കാനുണ്ട്. ഇതേത് ഐറ്റം? ഇത് ഗാലക്സി ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ അല്ലേ? ഇതിപ്പോൾ ഇമ്പോർട്ടഡ് ആണല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആയിട്ടാണ്. ഇമ്പോർട്ടഡ് ആണല്ലേ? ഇതിപ്പോൾ കൊടുക്കാനുണ്ടോ നമ്മളതിൽ? അതിപ്പോൾ നമ്മളതിൽ ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ആയി വരുന്നുള്ളൂ അല്ലേ? ഇതിൻ്റെ ഫീമെയിലും നല്ല ലെങ്ത് ഉണ്ടല്ലോ വാലിന്? ഫീമെയിലും മെയിലും നല്ല ടെയില് ഭയങ്കര ലെങ്ത് വരുന്ന ഒരു ഐറ്റാണിത്. ഇതേത് ഐറ്റം തന്നെ? ഇത് ഫുൾ റെഡിൻ്റെ ആൽബിനോ ഫുൾ റെഡിൻ്റെ റിബണും ഷാർക്ക് ഡോർസിലും. ഫീമെയിലിന് നല്ല ഫീമെയിലിന് റിബണും ഉണ്ടാവും, ഡോർസിൽ ഷാർക്ക് ടൈപ്പാണ്. ഇതൊക്കെ നമ്മുടെ കൊടുക്കാനുണ്ടല്ലോ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട് നമ്മുടെ കയ്യിൽ. ഇതേത് ഐറ്റം തന്നെ? ഇത് സിയാങ്കോയ് ബ്ലൂ ടൈഗർ. ബ്ലൂ ടൈഗർ അല്ലേ? ഇത് ഇമ്പോർട്ടാണോ? ഇത് ഇമ്പോർട്ടഡാണ്. ഇമ്പോർട്ടാണല്ലേ? ഇതിൻ്റെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ? അതിന് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, സെയിലിനായിട്ടില്ല. സെയിലിനാവണുള്ളൂ. ഇതേത് വെറൈറ്റി തന്നെ? ഇത് ആൽബിനോ ഫുൾ റെഡിൻ്റെ ബ്ലൂ ഇയറാണ് വരുന്നത്. ഇയർ ബ്ലൂ കളറായിട്ട് പുതിയ ലൈനാണ്. പുതിയ ലൈനാണല്ലോ? ഇതിൻ്റെ കുറച്ച് മുന്നേ ഇതിൻ്റെ പഴയ ലൈൻ വന്നിരുന്നു, അതിൽ സ്റ്റേബിൾ അല്ലായിരുന്നു. ഇതിൽ ബ്ലൂവും ഗ്രീനും ഇറങ്ങിയിരുന്നു. ഇതിപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള പുതിയ ലൈൻ വന്നിട്ടുള്ളതാണ്. ഇതിൽ ബ്ലൂ മാത്രമേ ഇറങ്ങുള്ളൂ. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാണ്ടല്ലോ നമ്മുടെ? ഇല്ല, ഇത് ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പുതിയ ലൈൻ എടുത്തിട്ടുള്ളൂ. ഇത് ജൂനൈൽ സൈസാണ് ഇത്. ഓക്കെ. അപ്പോൾ കുട്ടികളെ റെഡി ആവാൻ ഏകദേശം 3 മാസം? ഒരു 3 മാസം എടുക്കും. ഇത് ഇതിൻ്റെ പഴയ ലൈൻ ഉണ്ട്, നമ്മളതിൽ കൊടുക്കാനുണ്ട്. ഇതേത് ഐറ്റം തന്നെ? ഇത് റെഡ് പഗാസ് ആൽബിനോണ്. ആൽബിനോണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ? അത് നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ടുള്ള ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ളതാണ്. അറിയാമായിട്ടുള്ള? ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ടോ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇതേത് ഐറ്റം തന്നെ? ഇത് HB ബ്ലൂ. HB ബ്ലൂ അല്ലേ? ഇത് നമുക്ക് സാധാരണക്കാർക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാൻ പറ്റാവുന്ന ഒരു ഐറ്റാണത്. ഇതേത് ഐറ്റം തന്നെ? ഇത് ജാഗൂർ. ഇതിപ്പോൾ ന്യൂ സ്ട്രെയിൻ ആണോ? അത് കുറച്ച് കാലം ഒരു വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരു സ്ട്രെയിനാണത്. ഇതൊക്കെ കൊടുക്കാനുണ്ട് ഇപ്പോൾ? അത് കൊടുക്കാനുണ്ട്. ഇതേതായിട്ട് പിന്നെ? മെറ്റൽ ബ്ലാക്ക് റിബൺ. റിബൺ ടൈപ്പ് അല്ലേ? ഇതിപ്പോൾ ന്യൂ ലൈനാണോ ഓൺലൈനിൽ? അല്ല, ഇത് കുറച്ച് പഴക്കമുള്ള ഒരു ഐറ്റാണത്. സാധാരണക്കാരൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ഐറ്റാണത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റാണ്.
റേറ്റുള്ള അധികം റേറ്റും വരുന്നില്ല. റേറ്റും വരുന്നില്ല അല്ലേ? ആ ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ മോൾ? അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇത് ഏത് ഐറ്റമാണ്? ഇത് പ്ലാറ്റിനം ഡംബോയർ ഷോർട്ട് ബോഡി പുതിയ ലൈനാണ്. പുതിയ ലൈനാണല്ലേ? ആ ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ടോ മോഡൽ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ ന്യൂ ലൈൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത? ഇത് ഷോർട്ട് ബോഡിയാണ്, പിന്നെ ഇതിൻ്റെ ഇയർ ഹെവിയാണ്. പഴയ ലൈനേക്കാളും ഇയർ നല്ല ലെങ്ത്തുള്ള ഒരു ഇയർ ആയിട്ട് വരുന്ന ഒരു ഐറ്റാണിത്. ഇതിപ്പോൾ ജൂനിയർ സൈസ് ആണല്ലോ? ഇതിപ്പോൾ ജൂനിയർ സൈസാണ്. അപ്പോൾ ഇയറിൻ്റെ ക്വാളിറ്റി കൂടുതൽ കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും ഫുഡ്, സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മൾ ലോക്കലായിട്ടുള്ള കുറേ ഫുഡുകൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതൊന്ന് മേടിച്ച് കൊടുക്കാണ്ട് നമ്മൾ പരമാവധി നോക്കുക. ആർട്ടിമിയ, അജ്ലീസ്, B2 ഇതൊക്കെ നല്ല ഫുഡുകളാണ് ഫിഷിന് ഇയർ വരാനും കളറ് കിട്ടാനും വേണ്ടിയിട്ട്. ഇതേതായിട്ട് തന്നെ? ഇത് ഫുൾ ഗോൾഡിൻ്റെ റിബൺ ലൈനേജ്. റിബൺ ലൈനേജിലെ ഇതൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട് നമ്മുടെ? അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലേ? ഇതിപ്പോൾ ന്യൂ ലൈൻ പറഞ്ഞുള്ള? ന്യൂ ലൈനാണ്. ഇതിപ്പോൾ ഇയർ വരുന്നുണ്ട്, മെയിലിന് ഇയർ വരുന്നുണ്ട്, അതുപോലെ റിബണും വരുന്നുണ്ട്. പുതിയൊരു ലൈനാണ്. ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണോ അല്ലെങ്കിൽ? ഇല്ല, അത് നമ്മുടെ അവിടെ കുറച്ച് കാലമായിട്ടുള്ള ഒരു ഐറ്റാണ്. ഇതേതായിട്ട്? ഇത് മെക്കാരിഫി യെല്ലോ. ഇതിൻ്റെ ബോഡി സിൽവറും ടെയില് യെല്ലോ കളറായിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കൊടുക്കാനുണ്ട്? ആദ്യം അത്യാവശ്യം നമ്മളിൽ സെയിലുണ്ട്. ഇതിപ്പോൾ ന്യൂ ലൈനാണോ അല്ലെങ്കിൽ ഓൾഡ്? അല്ലല്ല, അത് കുറച്ച് ഓൾഡ് ലൈനാണത്. ഓൾഡ് ലൈനാണല്ലേ? ഇതേതായിട്ട്? ഇത് പർപ്പിൾ മൊസൈക്ക്. പർപ്പിൾ മൊസൈക്ക് അല്ലേ? ആ. ഇതിപ്പോൾ ന്യൂ ലൈനാണോ അല്ലെങ്കിൽ? ഇല്ലില്ല, ഇത് പഴയ ലൈനാണ്. പഴയ ലൈനാണല്ലേ? ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ടല്ലോ ഇപ്പോൾ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. ഇതേതായിട്ട്? ഇത് പർപ്പിൾ തന്നെ പുതിയ ലൈനായിട്ട് റിബൺ ടൈപ്പാണ് വരുന്നത്. റിബൺ ടൈപ്പ് അല്ലേ? ആ. ഇതിപ്പോൾ കൊടുക്കാനുണ്ട് മോഡൽ? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. നമ്മോട് കൊടുക്കുന്നത് ബ്രീഡിങ് സൈസാണോ അല്ലെങ്കിൽ ജൂനിയർ സൈസ്? ഇല്ല, നമ്മൾ കൂടുതൽ ആളുകൾ കഴിച്ചു കൊണ്ടുവന്നത് ജൂനിയർ സൈസാണ്. ജൂനിയർ സൈസാണല്ലോ? ഇതേതായിട്ട്? ഇത് ബ്ലൂ ഡയമണ്ട്. ബ്ലൂ ഡയമണ്ട് അല്ലേ? ആ. ഇതിപ്പോൾ കൊടുക്കാനുണ്ട്? ഇപ്പോൾ അത് അത്യാവശ്യം നമ്മൾ സെയിലുണ്ട്. സെയിലുണ്ട്. ഇതേതായിട്ട്? ഇത് മെറ്റൽ വയലറ്റ് ഡെൽറ്റ ടൈൽ. ഇത് പുതിയ ലൈനാണ്, ഇമ്പോർട്ടഡ് ആയിട്ടാണത്. ഇമ്പോർട്ടഡ് ആയിട്ടാണല്ലേ? ആ. ഇതൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ട്? അത് അത്യാവശ്യം കൊടുക്കാനുണ്ട്.
ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറേ നാളായി അല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 5 മാസത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ ലൈനാണിത്. ഇതൊക്കെ നന്നായിട്ട് ബ്രീഡായി കിട്ടുമല്ലോ നമുക്ക്. അതെ അതെ, നന്നായി കുട്ടികൾ ഇറങ്ങുന്ന ഒരു ഐറ്റാണിത്. ഇതേതായിട്ട് പിന്നെ ഇത് ജപ്പാൻ മൊസൈക്കാണ്. ഇതിൽ 2-3 കളറ് ഇറങ്ങും. വെറൈറ്റീസ് റെഡ്, വൈറ്റ്, ഒരു യെല്ലോ ഷെയ്ഡായിട്ടുള്ള ഒരു കളർ ഇറങ്ങും. ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വെറൈറ്റി ഐറ്റമാണിത്. മൊസൈക്ക് ഐറ്റത്തിൽ വിടണതാണ്. ഇതിപ്പോൾ കൊടുക്കാനുണ്ടോ? കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ ഓരോ കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടോ? റെഡിനാണ് അതിൽ മാർക്കറ്റ് കൂടുതൽ. റെഡിനുള്ള സിംഗാ ബ്ലൂവിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇതിന് വരുന്നത്. ഓക്കെ. ഇതേതായിട്ട് പിന്നെ ഇത് റെഡ് ലൈസ് ആണ്, ഹൈഡോർസിൽ ഐറ്റാണ്. ഇത് സാധാരണക്കാരൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ഐറ്റാണ്. ആയിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് കുറവ്. അത്യാവശ്യം നമ്മളൊരു 500 താഴെയുള്ള ഇതാണ്. ക്വാളിറ്റി അനുസരിച്ചാണ് പിന്നെ റേറ്റ് കൂടുക. ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുള്ള ടൈപ്പാണല്ലോ. അതെ അതെ, ബ്ലാക്ക് ഐ ആണ്. ഇതൊക്കെ കൊടുക്കാനുണ്ട് ഇപ്പോൾ. നമ്മുടെ ഫാമിൻ്റെ സെറ്റിങ്സ് ഫിഷിന് വേണ്ടവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരു കൊറിയർ ആയാലും എന്തായാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. നമ്മളിവിടെ ബ്രീഡ് ചെയ്യണത് മുക്കാഭാഗം ഇമ്പോർട്ടർ ക്വാളിറ്റി സാധനങ്ങളാണല്ലേ. ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി ആണ്. നമ്മൾ ഏകദേശം ഒരു 7 മന്ത് 8 മന്ത് ആയി കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കുക ചെയ്യാം. അവരെടുത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ പുതിയ ഐറ്റം എടുത്തിട്ട് ചെയ്യണം. ഒരുപാട് പഴയ ഐറ്റങ്ങൾ നമ്മൾ ചെയ്യണില്ല, ഇപ്പോൾ ചെയ്യണില്ല, മുന്നേ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ പഴയ ഐറ്റങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ഐറ്റങ്ങൾ എടുത്ത് ചെയ്യുന്നത്. പുതിയ സ്ട്രെയിൻസ് ഒക്കെ പറഞ്ഞത് ഒട്ടുമിക്കതും എടുത്ത് ചെയ്യേണ്ടത് തോന്നുന്നല്ലേ. ഒട്ടുമിക്കതും എടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 10,000 തൊട്ട് 20,000 ആണ് സ്റ്റാർട്ടിംഗ് ഒക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഗപ്പീസിനൊക്കെ വേണ്ടവർ നമ്മൾ രാകേഷാനെ വിളിക്കുക. നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തേക്കും കൊറിയറൊക്കെ നമ്മൾ ചെയ്യണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കേരളത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഹോൾസെയിൽ ചെയ്യേണ്ട, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടായിരുന്നെങ്കിൽ ഹോൾസെയിലും റീറ്റെയിൽ ഉണ്ട്. നമ്മൾ പുതിയ ലൈനൊന്നും ഹോൾസെയിൽ ഇല്ല. ഓൾഡ് ലൈനൊക്കെ നമുക്ക് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ഇവിടെ സെയിൽ നടക്കുന്നത് ഷോപ്പുകളിലേക്കും പിന്നെ ഇവിടെ ഒന്ന് ആൾക്കാർ കളക്ട് ചെയ്യണ്ടല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ.